സ്റ്റാർ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു മുട്ട വറുത്തതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു തക്കാളിക്ക, ഒരു ക്യാപ്സിക്കം, ലേശം മല്ലിയില, ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. വളരെയധികം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഒരു സ്റ്റൗവിലേക്ക് നമുക്കൊരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വെന്തെടുക്കുന്നത് വരെ നമുക്കത് സ്റ്റൗവിൽ വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ സമയം നമ്മൾ ലേശം മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചമുളക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ലേശം മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കുറച്ച് സമയത്തേക്ക് ഒരു പാത്രം വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലവണ്ണം വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മൂടി തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്, അതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ. ഇപ്പോൾ ഏകദേശം വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ മുട്ടയും ഈ വെജിറ്റബിൾസും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു മുട്ട വറുത്തതാണ് ഞാൻ കാണിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട വറുത്തത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട വറുത്തതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചപ്പാത്തിക്ക് ഫില്ലിങ്സ് ആയിട്ടും നൂഡിൽസിൻ്റെ കൂടെയും പിന്നെ ചോറിനൊക്കെ ഒരു കറിയായിട്ടൊക്കെ നമുക്ക് ഈ മുട്ട വറുത്തത് ഉപയോഗിക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കറിയാണിത്. നല്ലവണ്ണം നമ്മളൊന്ന് കുറേ സമയം ഇളക്കി കൊടുക്കുമ്പോൾ ഈ മുട്ട വറുത്തത് നല്ല വെള്ളമൊക്കെ പറ്റി നല്ലവണ്ണം സെറ്റായി വരും. അങ്ങനെ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റാർ വ്ലോഗ്സിൻ്റെ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.